പോയിട്ട് എത്ര നേരം മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ എന്തു വെറുതെ കടച്ചവണയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്. എന്റെ തലവിധി. വാതിലെവിടെ? ഇതെന്താ ഇവനീ കാണിക്കണേ? ഒന്നുമില്ല, ആ ഗേറ്റിന്റെ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് ചേച്ചി നോക്കി. ഇവന്റെ ഒരു കാര്യം. അയ്യേ, ഇവളെന്തിനാ ഇങ്ങോട്ട് വരണേ? ആരാ? ആ വിഷുക്കണി ചാനേ. ഈശ്വരാ, ശകുനത്തിൽ ആനയുടെ പിൻഭാഗം കാണുന്നത് ഐശ്വര്യം. പൂപ്പരുത്തി മതി, 2000 നിൽക്കും. പൂപ്പരുത്തി അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ്. ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാ. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയ തമാശകള കൂട്ട്. 25,000. ബ്രിഡ്ജ്. പാലോ അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ? അതല്ലെന്ന്, തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ? കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈൽ. മൊബൈല് ഒയറില്ലാത്തോണ്ട് അതിന് വില കുറവായിരിക്കും. അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു പോകും. തൽക്കാലം ഇത്രയൊക്കെ മതി. ഒരു MBA-കാരൻ പയ്യനുണ്ട്, നല്ല സ്വഭാവം, ടൗണിൽ സ്റ്റുഡിയോ നടത്തുവാണ്. നമ്മുടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ? അതാണോ കാര്യം? അപ്പൊ നിനക്ക് ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോടാ? പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. പയ്യൻ ക്രിസ്ത്യാനിയാ, പ്രേമത്തില്. പ്രേമോ? നീ എന്താണ് പറയുന്നേ? ഇരിക്കമ്മേ, നാട്ടുകാരെ ബാളം വിചാരിക്കില്ല. പ്ലീസ് ഇരിക്കേ. ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു? എന്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? എന്തിനു വേണ്ടി വാങ്ങിയതായിരിക്കും. ഇന്ദു ഇമാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ. ഞാൻ ഇങ്ങനത്തെ ഇടില്ല. പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക? എന്താ എടാ, ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരാ ഇടുക? മനസ്സിലായില്ലേ? യമുനാറാണി. അർത്ഥ കായ്ക്ക് ഉപ്പ് തയ്ക്കാത്തോനാ. എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട്? ഇത് യമുന റാണി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ അതോ നിന്റെ ഗിഫ്റ്റോ? അയ്യോ അല്ല, ഞാൻ ഇന്ദുവിനോട്ട് വാങ്ങിയതാ. എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. കോടതി മുൻപാകെ സത്യം മാത്രമേ പറയൂ. നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി? സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോ ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്നും തന്നതാണെന്നുള്ള സത്യമാണോ? സത്യമാണ്. ഉരുക്കാറുണ്ട്? എന്ത്? സ്വർണം ഉരുക്കി പുതിയത് പണിയാറുണ്ടോന്ന്? ഇല്ല. കൊടുക്കാറുണ്ട്? ഉണ്ടെങ്കിൽ പറയണം, കൊടുക്കാറുണ്ടോന്ന്. എന്ത്? പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങാറുണ്ടോ? ഇല്ല. എന്തെങ്ങനെ ചെയ്യായിരുന്നു? പഴമയുടെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ. ഒരപേക്ഷയുണ്ട്, നീ യമുന റാണിയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്. പറയുമോ? അത് പിന്നെ ശീലായി പോയി. എന്നാലും പറയൂല. എവിടെ അത്? ഇതാ. അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ നീലി വൃങ്കാതി. 3 ആൾക്കും ഒരേ കത്ത്. എന്തായാലും എന്റെ നന്ദേട്ടനാവില്ല. 5 പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല. കൃഷ്ണേട്ടനല്ല, അല്പം സിനിമാ ഭ്രാന്തുണ്ടെങ്കിലും ഇങ്ങനത്തെ വീക്ക്നെസ് ഒന്നുമില്ല. ഗോപേട്ടൻ പോവാൻ ഇമ്മിടി പുളിക്കും. യമുനേക്കാൾ ചന്തം എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ. ഡാർജിലിംഗ് എന്ന് അത്രയും വിളിക്കില്ല. ഇനി നന്ദേട്ടനായിരിക്കുവോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? ആരായിരിക്കും ആ ഒരാൾ? ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായ. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആ എണ്ണ ഞാൻ തേക്കില്ല. നല്ല കാച്ചെണ്ണ തേക്കണത്. ചേച്ചി, വരുന്നു. എന്താ? അയ്യോ, എന്റെ തലമുടി. അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നേ. ഞങ്ങളെ അച്ഛാമ്മന്നേ വിളിക്കൂ. പാവം, இந்த 3 പേരും ഓർഫൻസാ? അതെ, അത് 5 ചേച്ചിയുടെ ഓർഫൻസാ. ഈ 2 പേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. എന്താ
ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളെന്നല്ലേ? കഴുതേ, ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരെന്ന അർത്ഥം. അറിയാമല്ലേ, പറയാൻ പോരുത്. ശരി, ആ. വരൂ സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. ഓ, ദേ യമുന എന്നെ നോക്കി ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ, യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ തെരിയുമാ? എന്നെ അറിയുമോ? എടി അരിയുമോന്ന് കത്തി താഴെയിട്, കത്തി താഴെയിട്. ഇല്ല, അറിയില്ല. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഓടി, നമ്മളെ സഹോദരിമാരാണെന്നാ ചോദിച്ചേ. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. ദേ, ഞങ്ങൾക്ക് ഒരു പണക്കൂല്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? നിന്റെ കവളെന്താ ചോന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ എടുത്തിരിക്കുന്നേ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായ കൂടുതലില്ലേ? മുണ്ടുന്നേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല, ഗെറ്റപ്പാ. ഓ പിന്നെ, അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. കംപ്ലൈന്റ് ആയിട്ടുണ്ട്, കളവ് പെരുകുന്നു. ഓ പിന്നെ, കൂട്ടാത്തിന് 2 തേങ്ങ, 1 ചേനോ 2 മാങ്ങ എടുക്കണത് കളവാ? ഇല്ലാത്തോണ്ടല്ലേ. കളക്ഷൻ ഇല്ലാത്തത് നമ്മുടെ കുറ്റമല്ലല്ലോ. എന്താ വർത്താനം പറഞ്ഞ പോവാലോ. ആ പിന്നെ, നീ ഒരു 5-6 മാങ്ങയും കൂടി പറിച്ചു. ഏത് എസ്റ്റേറ്റിൽ നിന്ന്? നിന്റെ അമ്മയുടെ എസ്റ്റേറ്റിൽ നിന്ന്. അല്ല, സത്യം പറ, കൈമാറ്റം നടന്ന എപ്പോഴാ? എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ പറയുന്നേ? ഐ എന്ന് വെച്ചാൽ എന്തോന്നാ? ഞാൻ അല്ല, കണ്ണ്. ഓ, ഈ വഴി കണ്ണ്. എന്ത് പഠിച്ചു പോയി. ആ, പഠിച്ചു വരുന്നു. കരളിന് എന്താ ഇംഗ്ലീഷ്? ഓ, കരൾ ഈ ആടിന്റെ കോഴിയുടെ ഒക്കെ. ആട്ടിന് കോഴിക്ക് മാത്രമല്ല, മനുഷ്യന്റെ ഒരു കരളുണ്ട്. ആ കരളിന് എന്താ ഇംഗ്ലീഷ്? ലിവർ, LIVR, ലിവർ. അപ്പൊ നിങ്ങൾ അയ്യും ലിവറും കൈമാറിയല്ലേ? കുടിക്കാൻ എന്തോരോ വേണമെന്നാ ചോദിക്കുന്നേ. കാപ്പിണ്ട്, മതിയോ? മണ്ടത്തിന് പറയാടി, പാലല്ലേ കുടിക്കൂ. യോ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത് തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് വരെ ഞങ്ങൾക്കറിയാം. ദേ, തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? എടി ആർക്കാന്ന്? ശോ, എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു, കല്യാണത്തിന് മുൻപ്. അത് ശരി. 2 പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് തുറന്നു പറയുന്നത്? നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ? അയ്യോ, ഇല്ല ഇന്ദു. ഇന്ദു മതി, ഇംഗ്ലീഷും മതി. താങ്ക്സ്. ഈ കത്ത് വീട്ടിലേക്കാ. ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാന്ന് അറിയിക്കാനാ. വിഷുവിന് നീ വീട്ടിൽ പോകുന്നില്ലേ? ചെയ്ത് മോശമല്ലേ ഇന്ദു? ചേച്ചിമാരും പോണില്ല. ആ. അമ്മാവനെ ഒറ്റയ്ക്കാക്കിട്ട് പോണ്ടാന്ന്. കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല. ഈ വിഷുവിനെങ്കിലും ഒന്ന് പോയി കിട്ടുന്ന വിചാരിച്ചേ. ആഹാ, അപ്പൊ ഞാൻ പോയി കിട്ടണല്ലേ? മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഹോ, ഒരു റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ്. രണ്ടും ഒന്ന് തന്നെയാ. ആരായി വനജ? എന്നാലും എന്റെ മോനെ നീ വഞ്ചിച്ചിട്ട് പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് വഞ്ചിച്ചിടത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. അതുകൊണ്ട് മോനങ്ങോട്ട് പോന്നോളൂ. ഈശ്വര, ഞാൻ എന്തൊക്കെ എടുക്ക ദൈവമേ. ചേട്ടാ, ഇല്ല, ഇങ്ങ് വന്നേ. ദേ, ഇത് എടുക്കാൻ പറ്റുന്നില്ല. ചാവാൻ പോകുമ്പോഴവിടെ ആക്രാന്തം കുഞ്ഞിനെ. അയ്യോ, ഞാനിത് മറന്നു. മോനെ, എഴുന്നേക്കണം. അയ്യോ, എന്റെ ലൈറ്റ് എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ, ആ